ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 107. നമ്മളിന്ന് സൂക്തം 48 നോക്കുന്നത്. അതിലെ ദേവത ഉഷസ്സാണ്, ഉഷയാണ്, അല്ലെ ഉഷസ്സാണ്. ഉഷസ് എന്ന് പറയുന്നത് നമ്മൾ എഞ്ചിനീയറിംഗില് ഫിസിക്സില് വെളിച്ചത്തെ പറ്റി പഠിക്കുമ്പോൾ ഒരു വെളിച്ചം കത്തുമ്പോൾ ഇങ്ങനെയാണല്ലോ, ഒരു പൂമൊട്ടുവാരിയാണല്ലോ വിളക്ക്. അപ്പൊ ആ തിരിയുടെ പുറത്ത് കുറച്ച് ഭാഗം ഒരു നിറവും അതിന്റെ പുറത്ത് ഒരു വേറൊരു നിറവുള്ള തരത്തില് പലതരത്തിൽ അത് കാണാം. അപ്പൊ യഥാർത്ഥത്തിൽ ആ തിരിയിൽ നല്ല വെളിച്ചം, തിരിയിൽ നിന്ന് തൊട്ടിട്ടല്ല വെളിച്ചമുള്ളത്, കുറച്ച് മാറിയിട്ടാണ്. പ്രകാശം, സൂര്യന്റെ പ്രകാശവും അല്പം മുന്നിൽ നിന്നാണ് ആ പ്രകാശത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രമായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യനെക്കാട്ടി മുമ്പിൽ ഒരു പ്രകാശമാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. ആ പ്രകാശത്തെയാണ് ഉഷസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ആദ്യം വരിക. സൂര്യൻ ഉദിക്കുമ്പോൾ നോക്കിയാൽ മതി, ആദ്യം ഒരു പ്രകാശമാണ് വരിക. അതാണ് ഉഷസ്. ഉഷ എന്ന് പേര് പറയും. അത് ഫിസിക്സിലെല്ലാം പഠിക്കുമ്പോൾ ഒരു വെളിച്ചത്തിന്റെ ഫ്ലെയിമിന്റെ പല ഭാഗങ്ങളെല്ലാം പഠിക്കും. അപ്പോൾ അവിടെ അത്തരം ഒരു സയൻസ് വിഷയം. അതിന്റെ ഇവിടെയും ഉഷസ് എന്ന വേറൊരു പേരില് ആ ഒരു പ്രകാശത്തിന്റെ കേന്ദ്രം അതായിട്ടാണ് എടുക്കുന്നത്. സൂര്യന്റെ ജസ്റ്റ് മുന്നിലാണ്. സൂര്യന് മുന്നിലാണത് സഞ്ചരിക്കുന്നത്. ഇത്രയും മനസ്സിലായിക്കൊണ്ട് നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 48-1. ഋഷി പ്രസ്കണ്ണൻ ദേവത ഉഷസ് ഛന്ദസ് ബൃഹതി പങ്ക്തി. സഹ വാമേന ന ഉഷോ വിച്ഛാദുഹിദുർദിവാ സഹ ദുമ്നേന ബൃഹദ വിഭാവരീരായ ദേവി ദാസ്വതീ. ഞങ്ങൾക്ക് പ്രശംസായുക്തങ്ങളായ ഉപഭോഗ്യങ്ങളോടും യശസ് ലഭ്യമാക്കുന്ന ഐശ്വര്യത്തോടും കൂടി പ്രത്യക്ഷമാകാൻ ആകാശപുത്രിയും അത്യധികം കീർത്തിമതിയുമായ ഉഷസ്സിനോട് അഭ്യർത്ഥിക്കുന്നു. ഉഷസ് ആകാശത്തിന്റെ പുത്രിയാണ്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ആകാശത്തിൽ നിന്നാണല്ലോ ഉഷസ് വരുന്നത്. കീർത്തിമതിയാണ്. കാരണം ആ ഒരു പ്രകാശം തന്നെയാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. പിന്നെ അതിനെക്കാട്ടി വലിയ കീർത്തി വേറെ ഒന്നിന് കിട്ടാനില്ല. അപ്പൊ നമുക്ക് പ്രശംസനീയമായ ഉപഭോഗ വസ്തുക്കളും യശസ്സും ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഐശ്വര്യത്തോടു കൂടി ഈ വരിക എന്ന് പറയുകയാണ്. അപ്പൊ ആ ഉഷസ് പ്രകടമായി വരുന്നതോടുകൂടിയാണ്, അതിന്റെ ഐശ്വര്യത്താലാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? യശസ്സും എല്ലാ വിഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ സൂര്യന്റെ ആ വെളിച്ചം, ആ പ്രകാശ സ്രോതസ്, ആ ഏറിയ ഉഷസ്സാണ് സൗഭാഗ്യമായിട്ട് ഭൂമിയിലുള്ളവരെല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് എല്ലാ കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിച്ചിട്ട് നമുക്ക് യശസ് ഉണ്ടാക്കി തരുന്നത്. അതിനധികം വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. ഈ ഉഷസ്സിനെ നമ്മൾ സൂര്യൻ എന്ന് പറയുമ്പോൾ സൂര്യന്റെ കത്തിയിട്ട് പുറത്തു വരുന്ന ആ ഒരു പ്രകാശമാണ് ഉഷസ്. ഒരു വിറക് കത്തുമ്പോൾ വെളിച്ചം വിറകിൽ നിന്നല്ല, അതിനെക്കാട്ടി കുറച്ച് മുമ്പിലാണ്. തിരിയിലല്ല വെളിച്ചമുള്ളത്, തിരിയിനെക്കാട്ടി കുറച്ച് മുന്നിലാണ്. അവിടെയാണ് കത്തൽ നടക്കുന്നത്. ഇനി 2
ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 48-2. അശ്വാവതിർ ഗോമതിർ വിശ്വസിവിദോ ഭൂരിച്ചുവന്തവ സ്തവേ ഉദീരയ പ്രതിമാസു സുനുർദാം ഉഷശ്ചോദ രാധോമഖോനാം. അശ്വങ്ങളോടും ഗോക്കളോടും കൂടിയവളും എല്ലാവരും അറിയുന്നവളും ആയ ഉഷ ഞങ്ങൾക്ക് നിരന്തരം പ്രാപ്തമാകണമേ. എന്നെ പ്രിയങ്കരങ്ങളും സത്യങ്ങളുമായ കാര്യങ്ങൾ പറയുന്നവനാക്കുകയും എന്നെ ധനികനാക്കി തീർക്കുകയും ചെയ്യണമേ. 2 പറയുന്നത് ഇവിടെ അശ്വങ്ങളോട് കൂടിയവരും ഗോക്കളോട് കൂടിയവരും. അശ്വം എന്ന് പറയുന്നത് നമുക്കറിയാം കുതിര ശക്തി, ബലം, ഫോഴ്സ് പവർ എന്നല്ല ഫിസിക്സിൽ പറയും. അപ്പൊ വേദത്തിൽ അശ്വങ്ങൾ എന്ന് പറയുമ്പോൾ ബലങ്ങൾ. അപ്പം സൂര്യനിൽ നിന്നുള്ള ബലം അല്ലെ ബലം ഏതെല്ലാം തരത്തിലെ ഇവിടെ പ്രകാശോർജമായിട്ട് വരുന്നുണ്ട്, ഹീറ്റ് എനർജി ആയിട്ട് എല്ലാം വരുന്നുണ്ട്. എല്ലാം ആ ഉഷസ്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് അശ്വങ്ങൾ പലതരം ബലങ്ങളുടെ സ്രോതസ്സാണ്. പിന്നെ ഗോക്കൾ എന്ന് പറയുമ്പോൾ ഞാൻ പണ്ടേ പറഞ്ഞു, ഗോക്കൾ എന്ന് പറയുമ്പോൾ വേദത്തിൽ ഒരർത്ഥം പ്രധാനമായിട്ട് ഇലക്ട്രോണുകളാണ്. ഇപ്പൊ കത്തുമ്പോൾ ആ ഇലക്ട്രോണുകൾ, രാസപ്രവർത്തനത്തിലുള്ള ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. ആ ഇലക്ട്രോണിൽ നിന്നാണ് ഊർജം റിലീസായിട്ട് വരുന്നത്. ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ പങ്കെടുക്കുമ്പോൾ ആ ഇലക്ട്രോണിന്റെ എനർജിയാണ്, അല്ലെ ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജിയാണ് റിലീസായിട്ട് വരുന്നത്. അവിടെ ഗോക്കളും പ്രത്യക്ഷമാകുന്നുണ്ട്. ഒരാറ്റത്തിൽ നിന്ന് ഇലക്ട്രോണ് മറ്റത്തിലേക്ക് ചാടുമ്പോഴെല്ലാം ഗോക്കൾ അവിടെ ഫ്രീ ഗോക്കളായിട്ട് വരുന്നുണ്ട്. ആ ഫ്രീ ഗോക്കൾ വരുമ്പോഴാണ് പ്രകാശമായിട്ട് പ്രകടമാകുന്നത്. അപ്പം ബലമുണ്ട്, ഗോക്കളുണ്ട്, ഇലക്ട്രോണാണ് ആ ഇലക്ട്രോണുകളുടെ അവിടെയുള്ള ആ ഓട്ടമാണ് ഇതിനെല്ലാം കാരണം. പിന്നെയോ ഞങ്ങൾക്ക് എപ്പോഴും അതിന്റെ സൗഭാഗ്യം നൽകണേ എന്ന് പറയുകയാണ്. ആ വെളിച്ചത്തിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളാലാണ് നമ്മൾ വെളിച്ചമായാലും ഊർജമായാലും ആകർഷണ ബലമായാലും അതിലൂടെയല്ലാണ് നമ്മൾ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്. അത് നിരന്തരം തരണേന്ന് പറഞ്ഞാൽ ഈ ഉഷസ് ദിവസം ഊതിച്ചിട്ട് രാത്രിയാകുമ്പോൾ പോവുകയും പകലാകുമ്പോൾ ആദ്യം ഉദിച്ചു വരികയും ചെയ്യണം. നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിരന്തരം വരണേ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, വന്നുകൊണ്ടിരിക്കും. ഇനിയോ ആ രാവിലെ ഉള്ളതിനാണ് പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നത്. ഉഷസ് എന്ന് പറയുമ്പോൾ ആ രാവിലെ ഉള്ളതിനാണ് പ്രാധാന്യം. എന്നെ നല്ല കാര്യങ്ങൾ പറയാനും സത്യങ്ങൾ ചെയ്യാനും പ്രേരിപ്പിക്കണേ. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ എല്ലാം പ്രേരിപ്പിക്കുന്നത് ഈ സൂര്യനിൽ നിന്നുള്ള ബലങ്ങളാണ്, അല്ലെങ്കിൽ ഈ ഉഷസ്സിൽ നിന്നുള്ള ഉദിച്ചു വരുമ്പ സൂര്യനാണ് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത്. സൂര്യനല്ല, സൂര്യനിൽ നിന്നുള്ള ബലം അതിനെക്കാട്ടി ഉഷസ്സിന്റെ കാട്ടി മുന്നിലായിട്ടാണ് അശ്വനി കുമാരന്മാർ സഞ്ചരിക്കുന്നത്. അശ്വനി കുമാരന്മാരാണ് ബലങ്ങൾ, ആകർഷണ ബലങ്ങൾ, ഫോഴ്സ്. മറ്റേത് ലൈറ്റ്, ഹീറ്റ്, ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം തുടക്കം ഇവിടെ നിന്നാണ്, ഈ ഉഷസ്സിൽ നിന്നാണ്. അതാണ് നമ്മളിലെ നല്ല ചിന്തകളും മോശം ചിന്തകളും എല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്ത് പറയാണ്, നമ്മളിൽ പ്രിയങ്കരങ്ങളായ വാക്ക് പറയാൻ പ്രേരിപ്പിക്കുകയും സത്യമായ കാര്യങ്ങൾ ചെയ്യുവാനും പ്രേരിപ്പിക്കണേ എന്ന് പറയുന്നു. അതുവഴി എന്നെ ധനികനാക്കണേ. നമ്മളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും സൂര്യന്റെ ഗ്രഹങ്ങളുടെ ബലങ്ങളെല്ലാം തന്നെയാണ്. അവരാണ് നമ്മളെ നാഡികളിലൂടെ നമ്മളെ കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ പുരോഗതി ഉണ്ടാവും, ധനം നേടും. അത് ധനമായിട്ട് വ്യാഖ്യാനിക്കുന്നു. ഇനി 3 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 48-3. വാസോഷ ഉച്ഛാച്ച നു ദേവീ ജീരാരധാനാം യേ അസ്യ ആചരണേഷു ദദ്ധിരേ
സമുദ്രേന ശവസ്യവാം. പണ്ടും ഞങ്ങളുടെ അടുക്കൽ വസിച്ചിരുന്ന ഉഷസ്സിനോട് ഇന്നും പ്രത്യക്ഷമാകാൻ അപേക്ഷിക്കുന്നു. മുത്ത് ആശിക്കുന്നവർ കടലിനെ ഉറ്റുനോക്കുന്നത് പോലെ അവളുടെ ആഗമനത്തെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഉഷസ് പണ്ട് കാലത്തും വന്നിരുന്നു എന്ന് പറഞ്ഞാൽ, അതായത് പണ്ട് കാലത്ത് ആദിമ ഒരു മനുഷ്യനുള്ള കാലത്ത് തന്നെ ഉഷസ്സുണ്ട്. ഇന്നും നീ വരണേ എന്ന് പറയാണ്. ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രായമൊന്നും ആകുന്നില്ല. പണ്ട് നമ്മളെ മുതുമുത്തച്ഛന്മാർ കണ്ട ആ ഉഷസ് തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതുകൊണ്ട് അത് അന്ന് വന്നിരുന്നു, ഇന്നും വരണേ എന്ന് പറയുകയാണ്. മുത്താകാശിക്കുന്ന ചിന്തിക്കുന്നവൻ, മുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ കടലിനെ നോക്കുന്ന പോലെ. എന്തുകൊണ്ടാണ് മുത്ത് ആയിട്ട് ഉപമിച്ചത്? ഇത് ആ വെളിച്ചം, മുത്തുമാരിയുള്ള വെളിച്ചമാണ് അവിടുന്ന് വരുന്നത്. അതുകൊണ്ട് മുത്ത് ആഗ്രഹിക്കുന്നവൻ കടലിനെ നോക്കുന്നത് പോലെ നമ്മൾ നിന്നെയും നോക്കുകയാണ്. നീ വരുന്നതും നോക്കിയിരിക്കുകയാണ്. രാവിലെ ഉഷസുദിക്കുമ്പോഴാണ് നമ്മൾ ആക്റ്റീവായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഇത് 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 48-4. ഉഷോയേ തേ പ്രയാമേഷു യുഞ്ചതേ മനോദാനായ സൂരയാ തത്രാഹ തത്കണ്വ യേഷാം കണ്വതമോ നാമ ഗൃണ്ണാതി നൃണാം. ഉഷസ്സിൻ്റെ വരവോടുകൂടി തന്നെ യാതൊരു സ്തോതാവ് ദാനം ആഗ്രഹിക്കുന്നുവോ ആ പുരുഷൻ്റെ നാമം കണ്വന്മാരിലെ മഹാനായ കണ്വൻ വളരെയധികം പ്രശംസിക്കുന്നു. ഇവിടെ ഉഷസ്സോട് പറയുകയാണ്, പണ്ട് കണ്വ മഹർഷി ചെയ്തതുപോലെ, അതായത് കണ്വനാണ് ഈ സൂക്തങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് പണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഞാൻ ചെയ്തതുപോലെ എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ സ്തോത്രങ്ങളാൽ നിന്നിൽ നിന്ന് ദാനം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കഴിയുകയാണ്. പണ്ട് കണ്വൻ ചെയ്ത പോലെ സ്തോത്രങ്ങളാൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ ഉഷസ്സിനെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് ദാനം നൽകും, നമ്മൾ ഉദ്ദേശിച്ച ഫലങ്ങൾ നൽകും. അപ്പോൾ ഉഷസ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കും. അപ്പം നമ്മളെ ശാസ്ത്രത്തിൻ്റെ സയൻറ്റിഫിക്കായിട്ട് കർമ്മങ്ങൾ ചെയ്താൽ അത് നമുക്ക് ദാനം പ്രദാനം ചെയ്യും. അതായത് ചെടി നട്ട് കഴിഞ്ഞാൽ ഫലം കിട്ടും. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെടി നട്ട് കഴിഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കളക്കിയാലും നടാൻ പറ്റിയ നല്ല സമയം രാവിലെ തന്നെയാണ്. കുഴിച്ച് വളരിലിട്ട് നല്ല പുതിയ തരം വിത്തെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫലം തരും. അപ്പം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കും. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള ദാനം അത് നമുക്ക് നല്ല വിത്ത്, നല്ല കൃഷി നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടും. അത്ര തന്നെ അതിന് അർത്ഥമുള്ളൂ. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 48-5. ആഘായോഷേവ സൂന ഉഷായാതി പ്രഭുഞ്ചതി ജരയന്തി പ്രജനം പദ്വതീയ ഉത്പാദയതി പക്ഷിണഃ. ശ്രേഷ്ഠമായ മാർഗത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് ഗൃഹസ്വാമിനിക്ക് തുല്യം ഉഷ എല്ലാത്തിനെയും പരിപാലിക്കുന്നു. അവൾ നമ്രശീലന്മാരെ വൃത്താവസ്ഥ പ്രാപിപ്പിക്കുന്നു. കാലുകളുള്ള ജീവികളെ കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നു. പക്ഷികളെ പറപ്പിക്കുന്നു. ഉഷസ് ഉത്തമ മാർഗത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട്, അപ്പം സൂര്യന് സഞ്ചരിക്കാനുള്ള ഒരു പാത്തുണ്ട്. സൂര്യന്റെ പാത്ത് എന്ന് പറയുന്ന രാശിചക്രത്തിലാണ്. യഥാർത്ഥത്തില് ഭൂമി വട്ടത്തിൽ തിരിയുമ്പോഴാണ് ഭൂമിയിൽ നിന്നുള്ള സൂര്യന്റെ അകലം മാറുന്നത്. ഇവിടെ വിത്ത് റെസ്പെക്ട് ഭൂമിയാണ്. വിത്ത് റെസ്പെക്ട് ഭൂമി സൂര്യൻ രാശിചക്രത്തിലൂടെ ചലിക്കുകയാണ്, അന്തരീക്ഷത്തിലൂടെ ചലിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചലിക്കുന്നത് ഭൂമിയാണ്. അപ്പം സയൻസിലൂടെ നമുക്ക് സൂര്യൻ ചലിക്കുന്നതായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. നമ്മൾ സ്റ്റഡിയായി നിന്നുകൊണ്ട്
മറ്റേ വസ്തു ചലിച്ചതായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുക. സയൻസിലെല്ലാം നമ്മൾ കാര്യങ്ങൾ കണക്കൂട്ടിയെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ സൂര്യന് പോകാൻ ഒരു വഴിയുണ്ട്. ആ പോന്ന വഴി അനുസരിച്ചാണ് നമ്മുടെ കർമ്മങ്ങളും മുന്നോട്ടേക്ക് പോകുന്നത്. രാവിലെ നമ്മൾ ജോലി ചെയ്യാൻ പോകും. വൈകുന്നേരം സൂര്യൻ കിടന്നുറങ്ങാൻ പോകുമ്പോൾ, കിടന്നുറങ്ങുക എന്നെല്ലാം പറയുമ്പോൾ ആ കവിയുടെ ഭാവനയിൽ പറയുന്നതായിട്ട് എടുക്കണം. അല്ലാതെ സൂര്യൻ കിടന്നുറങ്ങാനൊന്നും പോകുന്നില്ല, നമുക്കറിയാം. അപ്പൊ അതിലൊന്നും പിടിച്ചിട്ട് തർക്കിക്കാനൊന്നും പോയി കളയാം. സൂര്യൻ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മളും തിരിച്ചു വന്ന് ഉറങ്ങാൻ പോകുന്നു. അതായത് നമ്മുടെ കർമ്മങ്ങള് സൂര്യന്റെ ഗതിക്കനുസരിച്ചാണ് നമ്മുടെ കർമ്മങ്ങള് നമ്മളെ നാഡികളിലൂടെ പ്രേരിപ്പിക്കുന്ന കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ സഞ്ചരിക്കുന്ന സൂര്യന്റെ ഉഷസ്സാണ് മുന്നിൽ കയറി വരുന്നത്. ഉഷസ്സാണ് ഊർജത്തിന്റെ സ്രോതസ്സായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ സഞ്ചരിക്കുന്നത് ഉഷസ് അതിന്റെ മുമ്പിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ ഉഷസ് അതിന്റെ പാത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? എല്ലാവരെയും പരിപാലിക്കുന്നു. അതാണ് ഈ ലോകത്തെ പരിപാലിക്കുന്നത്. അവരെ നമ്രശീലന്മാരെ വൃസ്ഥാവസ്ഥയിലേക്ക് പ്രാപിക്കുന്നു. അതിനെ രണ്ട് തരത്തിലെടുക്കാം. ഒന്നാമത് അധികം കർമ്മങ്ങളൊന്നും ചെയ്യാതെ മടിയന്മാരെ പെട്ടെന്ന് തന്നെ വയസ്സന്മാരാക്കും, ഒന്നിനും കൊള്ളാത്തവരാക്കും എന്ന അർത്ഥത്തിലും എടുക്കാം. നമ്മൾ ദിവസം കഴിയുന്തോറും വൃദ്ധ അവസ്ഥയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഉഷസ് വന്നു പോകുമ്പോൾ നമ്മൾ ആയുസിൻ്റെ ഒരു ദിവസം കഴിയും. 2 ദിവസം 2 പ്രാവശ്യം ഉഷസ് വന്നു പോകുമ്പോൾ, രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ 2 ദിവസം നമ്മൾ മരണത്തോടടുക്കും, നമ്മൾ വൃദ്ധാവസ്ഥയോട് അടുക്കുന്നു. അപ്പൊ നമ്മളെ വയസ്സ് കൂടുന്നത് ഈ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെയോ കാലുള്ള ജീവികളെ കർമ്മത്തിന് പ്രേരിപ്പിക്കും. അതായത് കാലെല്ലാം ഉള്ള ജീവികളെ കർമ്മത്തിന് പ്രേരിപ്പിക്കും. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കർമ്മത്തിന് രാവിലെ ഉഷസ് പ്രത്യക്ഷമാകുമ്പോൾ കർമ്മം ചെയ്യാൻ ഏറ്റവും നല്ല സമയം അത് തന്നെയാണ്. എല്ലാവരും ഭയങ്കര തിരക്കാണ്. ഇപ്പം നമ്മളെ ഒരു ഊബറെല്ലാം പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഊബർ പിടിക്കാൻ നോക്കിയാൽ കിട്ടില്ല. എല്ലാവരും ഭയങ്കര തിരക്കാണ്. വൈകുന്നേരം ഭയങ്കര തിരക്കാണ്. എന്നാൽ നട്ടുച്ചക്കല്ല ഊബർ പിടിച്ചാൽ വളരെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ മനസ്സിലാക്കേണ്ടതാണ്, ആ ഉഷസിന്റെ സ്ഥാനം അനുസരിച്ച്, ചലനത്തിന്റെ സ്ഥാനം അനുസരിച്ച് തന്നെയാണ് നമ്മൾ പലതരം കർമ്മങ്ങൾ, പലതരം വ്യത്യസ്തമായ കർമ്മങ്ങളിൽ എൻഗേജ് ആകുന്നത്. പക്ഷികൾ എന്ത് ചെയ്യുന്നു? പറപ്പിക്കുന്നു. രാവിലെ ഉഷസ് വരുമ്പോൾ തന്നെ പക്ഷികൾ വേളം കൂട്ടാൻ പോകും. സൂര്യനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഉഷസ്സിനെ കാണുമ്പോൾ തന്നെ പക്ഷികൾ ബഹളം കൂട്ടി എന്തൊരു സന്തോഷമാണ് എന്നിട്ട് പറന്നു പോകും. അപ്പോൾ അത് പക്ഷികളെയും പറപ്പിക്കുന്നു, അതിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതൊരു പ്രേരണ തന്നെയാണ്. നമുക്കത് വരുന്നതായിട്ട് തോന്നാം, പക്ഷേ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അത് തന്നെയാണ് പ്രേരിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഇനി 6 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 48 6 വിയാ സൃജതി സമനം വ്യർത്ഥിന പദം ന വേദ്യോദതി വയോ നികിഷ്ടേ പപ്തിവാംസ ആസദേ വിഷ്ടൗ വാജിനീവതി. ഉഷ യുദ്ധങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയും അതുപോലെ കർമ്മശീലന്മാരെ കർമ്മോന്മുഖന്മാർ ആക്കുകയും ചെയ്യുന്നു. അവൾ സ്വയം വിശ്രമിക്കുന്നില്ല. ഉഷയുടെ ആഗമനത്തോടുകൂടി പക്ഷികൾ തങ്ങളുടെ കൂടുവിട്ട് പറന്നു പോകുന്നു. ഈ ഉഷസ്സാണ് നമ്മളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്. കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു. യുദ്ധത്തിന് പോകുമ്പോഴും യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു. ഇപ്പൊ കോടതിയില് ഇപ്പോഴത്തെ യുദ്ധം തന്നെ നേരിട്ട് ഏറ്റുമുട്ടലൊന്നും അല്ലല്ലോ, കോടതിയിലുള്ള യുദ്ധമാണല്ലോ. രാവിലെ തന്നെ അങ്ങേറ്റോ ഇത് കോടതിയിൽ പോകണം, ഇത് വലിയ മറ്റേ കേസുണ്ട്. അപ്പൊ ഏറ്റുമുട്ടലിനെല്ലാം പ്രേരിപ്പിക്കും. രാവിലെ ആകുമ്പോഴാണ് എന്നാ ഇത് ഓഫീസിൽ പോയിട്ട് അവരിട്ട് ഒരു പാര കൊടുക്കണം. ഇതും വെച്ചുകൊണ്ടാണ് രാവിലെ ഇറങ്ങുക. ഞെട്ടി ഉണർന്ന് ഉഷസ് വരുമ്പോൾ യുദ്ധത്തിന് പ്രേരിപ്പിക്കാവുള്ളൂ.
അതുപോലെ കർമ്മശീലന്മാർക്ക് എന്തുണ്ട്, പുതിയ പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പ്രേരണ നൽകുക. ഇത് രാവിലെ എണീറ്റ് ഇന്ത്യയിൽ ചെയ്യണം. രാത്രി കിടക്കുമ്പോൾ ആലോചിക്കും, ഇനി നാളെ ഇന്ന് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയൊക്കെ ഒന്ന് വെളുത്താൽ മതി, ആ ഉഷസ് വന്നാൽ മതി എന്ന് ആലോചിച്ചിട്ട് ഉഷസ് വരുന്ന സമയം തന്നെ എണീച്ച് കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരെ പ്രേരിപ്പിക്കും. അവൾ സ്വയം വിശ്രമിക്കുന്നില്ല, ഒരിക്കലും അവർക്ക് വിശ്രമമില്ല. നമ്മൾ ഇനിയും വിശ്രമിക്കുന്നുണ്ട്. അവള് സൂര്യന്റെ കൂടെ രാവിലെ ഈ ദേശത്താണെങ്കിൽ, ഇന്ത്യയിലാണെങ്കിൽ, പകല് ഇവിടെയാണെങ്കിൽ, നമുക്ക് രാത്രിയാകുമ്പോൾ അവള് അമേരിക്കയിലെ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ നടക്കുകയാണ്. അപ്പൊ അവക്കൊരിക്കലും വിശ്രമമില്ല. അവൾ അന്നത്തോടു കൂടിയവാണ്. അവളാണ് ഈ പ്രപഞ്ചത്തിൽ അന്നം ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളെ ഫാക്ടറികളെല്ലാം രാവിലെ ആകുമ്പോൾ ഷിഫ്റ്റ് തുടങ്ങും. കർമ്മങ്ങളെല്ലാവരും ജോലിക്ക് വേണ്ടിയിട്ട് ഉത്സാഹത്തോടു കൂടി പോകും. അവിടെ അന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കും. കൃഷി വയലിലെ അന്നം ഉൽപ്പാദിപ്പിക്കലാണെങ്കിലും, ഹോട്ടലിലെ ഭക്ഷണം പാകം ചെയ്യലാണെങ്കിലും, ഫാക്ടറിയിൽ എന്തായാലും എല്ലാം അന്നം തന്നെ. അന്നത്തിന് പ്രേരിപ്പിക്കും. പക്ഷികൾ കൂടുവിട്ട് പുറത്തേക്ക് പോകും. പക്ഷികൾ എല്ലാ ജീവജാലങ്ങളെയും ഇറക്കി വിടുകയാണ്. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 48-7. ഏഷായുക്ത പരാവത സൂര്യസ്യോ ഉദയനാദധി ശതം രഥേപി സുഭഘോഷായം വിയാത്യഭിമാനുഷാൻ. ഉഷ സൂര്യന്റെ ഉദയസ്ഥാനത്തേക്ക് ദൂരദേശങ്ങളെ കൂട്ടിച്ചേർത്തു. സൗഭാഗ്യശാലിനികളായ ഉഷ 100 രഥങ്ങൾ വഴിയായി മനുഷ്യലോകത്തേക്ക് വരുന്നു. ഇവിടെ ഏഴിൽ പറയാണ്, സൂര്യനെ ദൂരെയുള്ള ദേശവുമായി യോജിപ്പിക്കുന്നത് ഇവളാണ്. കാരണം സൂര്യൻ വരാൻ കുറച്ച് താമസിക്കും. നമ്മൾ ആകാശത്തില് സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ വരാൻ കുറച്ച് താമസിക്കും. അവള് മുമ്പിൽ വന്നിട്ട് ഈ നമ്മളെയും സൂര്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അവളാണ്. എന്നിട്ടോ അവൾ സൗഭാഗ്യശാലിയാണ്. എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഉറവിടം അവളാണ്. അവൾ 100 രഥങ്ങളോട് വഴിയായിട്ട് മനുഷ്യലോകത്തിൽ വരുന്നു. അവള് 100 രഥം എന്ന് പറഞ്ഞാല് അവളുടെ വെളിച്ചം ഇവിടെ വരുന്നുണ്ട്, ഇവിടെ അടിക്കുന്നുണ്ട്, അടുത്ത വീട്ടിൽ അടിക്കുന്നുണ്ട്. അങ്ങ് എല്ലാ ദേശത്തും അവൾ വെളിച്ചം പ്രതീക്ഷിക്കുകയാണ്, ഒരു സ്ഥലത്തേക്കല്ല. ദേശം മുഴുവൻ മുകളിൽ അപ്പുറത്തും ആകാശത്തേക്കും എല്ലാം വെളിച്ചടിച്ചുകൊണ്ടാണ് അവൾ 100 രഥത്തോടു കൂടിയാണ് ഒരൊറ്റ സ്ഥലത്തേക്കല്ല വരുന്നത്, എല്ലാ ദിശയിലേക്കും. അതുകൊണ്ടാണ് 100 രഥങ്ങളുമായിട്ട് വരുന്നു എന്ന് പറയുന്നത്. മനുഷ്യലോകത്തിലേക്ക് വരുന്നു 100 രഥങ്ങളുമായിട്ട്. ഈ 8 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 48-8. വിശ്വമസ്യാനാമ ചക്ഷസേ ജഗസ് ജ്യോതിഷ്കൃണോതി സുനരീ അപ ദ്വേഷോമഖോനി ദുഹിതാദിവ ഉഷാ ഉച്ഛത പ്രസീധ്ര. ഉഷയുടെ സന്ദർശനത്തിന് വേണ്ടി എല്ലാ ലോകങ്ങളും കനിയുന്നു. അവൾ എല്ലാവർക്കും നല്ല മാർഗം ഉപദേശിക്കുന്നു. ആകാശത്തിൻ്റെ പുത്രിയും ധനമുള്ളവളുമായ ഉഷ നമ്മുടെ വൈരികളെയും നമ്മെ വേദനിപ്പിക്കുന്നവരെയും അകറ്റിക്കളയട്ടെ. എല്ലാ ലോകങ്ങളും ഇവളുടെ ദർശനത്തിന് വേണ്ടി കുനിയുന്നു എന്ന് പറയുകയാണ്. കൊതിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ അമേരിക്കയിലായാലും ഏത് നാട്ടുകാരായാലും സൂര്യൻ ഉദിക്കുന്നത് ആ ഉഷസ്സിനെ കാണാൻ വേണ്ടി കഴിയുകയാണ്. കുനിയുന്നു, അവന്റെ നേരെ കുനിയും, തലകുനിക്കും. ആ പ്രകാശവതി എല്ലാവർക്കും മാർഗം നിർദ്ദേശിക്കും. അവളാണ് രാവിലെ എണീച്ചാൽ എങ്ങോട്ടേക്ക് പോകണമെന്നല്ല തീരുമാനിക്കുന്നത്. നമ്മളത് അറിയുന്നില്ല. നമ്മളെ നാടികളിലൂടെ ഇത് സ്വാധീനിച്ചിട്ട് രാത്രി കടന്നു നോക്കുമ്പോൾ അവൾ വരുന്നതിനെക്കാട്ടി മുമ്പിൽ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകും, ഇത് രാവിലെ എണീച്ചിട്ട് അവിടെ പോകണം. ഉടനെ എണീച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും. ഇത് തിരക്കാണ്. അപ്പൊ അവളാണ് പ്രേരിപ്പിക്കുന്നത് നമ്മളെ. പിന്നെയോ നല്ല മാർഗം ഉപദേശിച്ചു തരും. അവൾ ആകാശത്തിന്റെ പുത്രിയാണ്. ധനം നൽകുന്ന അവളെ കൈകളാണ് ധനമുള്ള. അവളാണ് നമുക്ക് ധനം നേടിത്തരുന്നത്. നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിച്ചിട്ട് ധനമുണ്ടാക്കി തരുന്ന അവളാണ്.
നമ്മുടെ വൈരികളെയെല്ലാം അവള് ഇല്ലാതാക്കട്ടെ എന്ന് പറയാം. നമുക്ക് പാര വെക്കുന്നവരെയെല്ലാം അവള് തന്നെ ഇല്ലാതാക്കട്ടെ. കാരണം അവരെയും പ്രേരിപ്പിക്കുന്ന ആളിന് വേണ്ടിയാണ്, അവള് തന്നെയാണ്. നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമ്മളെ ശത്രുക്കളെ നമുക്കെതിരായി പ്രേരിപ്പിക്കുന്നത് അവള് തന്നെയാണ്. അപ്പൊ അവള് വിചാരിച്ചാൽ മാത്രമേ ശത്രുക്കളെ അതിന് ഇല്ലാതാക്കാൻ കഴിയുള്ളൂ എന്ന് ഇവിടെ പറയുന്നതായിട്ട് കണ്ടാൽ മതി. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 48 9. ഉഷാ ആദാഹി പാനുന ചന്ദ്രേണ ദുഹിദുർദിവ ആവഹന്തീഭൂർ അസ്മഭ്യം സൗഭഗം വിച്ഛന്തീതി വിഷ്ടുഷു. ഞങ്ങളെ സൗഭാഗ്യശാലികളാക്കി ഞങ്ങളുടെ യാഗങ്ങളിൽ പ്രത്യക്ഷയാവുകയും ആനന്ദദായകമായ പ്രകാശത്താൽ സർവത്ര പ്രകാശം പരത്തുകയും ചെയ്യാൻ ഉഷയോട് അപേക്ഷിക്കുന്നു. ഉഷസ്സോട് പറയാണ്, നമ്മളെ യാഗങ്ങളിൽ നീ നമ്മളെ കീർത്തിമാന്മാരാക്കണം എന്ന് പറയാണ്, സൗഭാഗ്യശാലികളാക്കാൻ പറയാണ്. നമ്മളെ യാഗങ്ങളിലൂടെ അതിൽ നീ പ്രത്യക്ഷപ്പെട്ടിട്ട്, അതായത് ഉഷസ്സാണ് നമ്മളെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. യാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളായിട്ട് എന്ത് കർമ്മമായാലും അതിലൂടെ എന്തുണ്ടാക്കുന്നു, നമുക്ക് സൗഭാഗ്യം നൽകുന്നു. അതിന് നീ പ്രത്യക്ഷയാവുക. അവൾ പ്രത്യക്ഷയാകിയിട്ട് നമ്മളെ കർമ്മങ്ങളിൽ പ്രേരിപ്പിക്കും, ഓരോ കർമ്മങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അത് സർവത്ര ലോകത്തിൽ പ്രകാശം പരത്തുകയും ചെയ്യും. ലോകത്തിൽ പ്രകാശവും പരത്തുന്നുണ്ട്, അതേസമയം നമ്മളെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി 10 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 48 10. വിശ്വസ്യ ഹി പ്രാണനം ജീവനം ത്വേ വിയദുച്ഛസി സൂനരി സാനോരഥേന ബൃഹദാ വിഭാവരി ശ്രുതി ചിത്രാമഖേഹവം. ഞങ്ങളെ നല്ല മാർഗത്തിൽ കൂടി കൊണ്ടുപോകുന്ന ഉഷ പ്രത്യക്ഷമാകുമ്പോൾ തന്നെ അവളുടെ മഹത്വവും ജീവനും പ്രകടമാകുന്നു. കാന്തിമതിയും ധനികയുമായ ഉഷ ഞങ്ങളുടെ നേരെ രഥത്തിലാഗതയായി ഞങ്ങളുടെ ആഹ്വാനം ശ്രവിക്കണമേ. ഇവിടെ പറയാണ്, നീ നല്ല മാർഗത്തിലൂടെ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നവളാണ്. നമ്മളെ ഏത് മാർഗത്തിലൂടെയാണോ ഒരു ദിവസം പോകേണ്ടത്, ആ വഴിയിലൂടെ നമ്മളെ രാവിലെ എണീറ്റ് നയിച്ചു കൊണ്ടുപോകുന്നത് അവളാണ്. എന്നിട്ടോ അതുകൊണ്ട് തന്നെ അവളുടെ മഹത്വവും ജീവനും പ്രകടമാകുന്നു. നിന്റെ മഹത്വവും ജീവനും, അതായത് നമ്മളുടെ ജീവനും അവളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ജീവൻ തന്നെ ആ സൂര്യന്റെ പരിധിയിൽ, അല്ലെങ്കിൽ ഉഷസ്സിന്റെ പരിധിയിലാണ് വരുന്നത്, കൺട്രോളിലാണ് വരുന്നത്. അപ്പോൾ നിന്റെ മഹത്വവും നീ നൽകുന്ന ജീവനും തന്നെയാണ്, അല്ലെ നിന്റെ മഹത്വവും നിന്റെ ജീവനും, ആ ജീവൻ തന്നെയാണ് നമ്മളുടെ ജീവനായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് വളരെ മഹത്വകരമാണ്. അതാണ് നമ്മളെ നല്ല മാർഗത്തിലൂടെ, നമ്മൾ പോകേണ്ടതായ മാർഗത്തിലൂടെ, അതാണല്ലോ നല്ല മാർഗം. നമ്മളെങ്ങോട്ട് പോകണം കേട്ടാൽ അത് തന്നെയാണ് നല്ല മാർഗം, നമുക്ക് വിധിച്ച മാർഗം. ആ മാർഗത്തിലൂടെ നീ കൊണ്ടുപോകുന്നു. നീ കാന്തിമതിയാണ്. അതിന്റെ ഉഷസ് രാവിലെ സൂര്യന്റെ വെളിച്ചം കാന്തിമതിയാണ്. നീ ഞങ്ങളുടെ ആഹ്വാനം ശ്രമിക്കണേ. അപ്പൊ നമുക്ക് വല്ല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നീ അത് ശ്രദ്ധിച്ചിട്ട് ആ വഴിയിലൂടെ നമ്മളെ കൊണ്ടുപോകണമെന്നുള്ളൊരു അപേക്ഷയും വെക്കുകയാണ്. അതാണ് നമ്മളെ കൊണ്ട് കൊണ്ടുപോകുന്നത്. നമ്മളെ ആഹ്വാനത്തിനനുസരിച്ച് നമ്മളെ കൊണ്ടുപോകണം. ഇനി 11 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 48 11. ഉഷോ വാചം ഹി വംസ്വായ ചിത്രോ മാനുഷേ ജനേ തേനാവഹ സുഹൃദോ അധ്വരാം ഉപയേത്വാം ഗൃണ്ണന്തി വന്നയാം. ഉഷ മനുഷ്യർക്ക് വേണ്ടി വിഭിന്നങ്ങളായ അന്നങ്ങൾ സ്വീകരിക്കുകയും ഹവിർദാതാക്കളുടെ സ്തുതികളാൽ അവരെ സ്വകർമ്മയുക്തരാക്കി യാഗങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഉഷസ്സോട് പറയുകയാണ്, മനുഷ്യർക്ക് വേണ്ടി നീ വിഭിന്നങ്ങളായ അന്നങ്ങൾ സ്വീകരിക്കും. നമ്മൾ പലതരം അന്നങ്ങൾ കൊടുത്തുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ഓരോ മനുഷ്യരും അവരുടെ വ്യത്യസ്തരമായ അന്നങ്ങൾ ഉപയോഗിച്ചാണ് കർമ്മം ചെയ്യുന്നത്. അവക്കാണ് അർത്ഥം. ഉഷസ് വരുമ്പോൾ നമ്മൾ നമ്മളുടെ
കർമ്മം. ഇപ്പൊ ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ അരിയും വെള്ളവും ഉഷസ്സില് രാവിലത്തെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നില്ല, അത് ചെയ്യുക. എന്താണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് അവർക്ക് കൊടുക്കും. അപ്പൊ ആ കർമ്മം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. നമ്മൾ എന്നിട്ട് ആ വസ്തുക്കളെല്ലാം അവിടെ ഇട്ട് കൊടുക്കുക. അഗ്നിക്കോ ആർക്കാ കൊടുക്കുന്നത് അതാ ഉഷസ്സിന് കൊടുക്കുന്നതായി ജനസങ്കല്പിക്കുക. നമുക്ക് ദോശ ഉണ്ടാക്കിയോ ചപ്പാത്തി ഉണ്ടാക്കിയോ എന്താ വേണ്ടത് വെച്ചാൽ ഉണ്ടാക്കി ഇഡ്ഡലിയാണോ എല്ലാം അത് ദാനമായിട്ട് നമുക്ക് നൽകി. അപ്പം പലതരം മനുഷ്യര് പലതരം കർമ്മങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ ആളും രാവിലെ എണീറ്റ് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു. കർമ്മങ്ങൾ അവൾക്കായിട്ടാണ് ചെയ്യുന്നത്. കാലത്തിനാണ് കർമ്മം യാഗത്തിൽ അർപ്പിക്കുകയാണ്. ആ യാഗം ആരാണ് നിയന്ത്രിക്കുന്നത്? നമ്മളിൽ പ്രേരിപ്പിക്കുന്നത് ആ ഉഷസ്സാണ്. അപ്പൊ അതിൻ്റെ പ്രേരണയാൽ നമ്മൾ അവർക്ക് അർപ്പിക്കുന്നതായി ചിന്തിക്കുക. ചില നാട്ടുകാർ ദോശയാണ് ഉണ്ടാക്കുക. ചില നാട്ടിൽ അമേരിക്കയിലാണെങ്കിൽ ദോശയും ഇതൊന്നുമില്ല, വേറെ തെല്ലുമായിരിക്കും, ബ്രെഡും ജാമും എല്ലാം ഇല്ല, പലതായിരിക്കും. അപ്പോൾ ഓരോ ആളും വ്യത്യസ്ത തരം രാവിലെ ആകുമ്പോൾ വ്യത്യസ്ത തരം കർമ്മങ്ങളിൽ ഭക്ഷണം മാത്രമല്ലല്ലോ പല കർമ്മങ്ങളും ഉണ്ടല്ലോ. ഓരോ നാട്ടിലുള്ളവർ വ്യത്യസ്ത തരം കർമ്മങ്ങൾക്ക് വിഭിന്ന അന്നങ്ങളാണ് നൽകുന്നത്. അത് സ്വീകരിക്കുക. എന്നിട്ട് എന്ത് വേണം? അവർ ചെയ്യുന്ന സ്തുതികളുടെ അടിസ്ഥാനത്തിൽ, അവർ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം ചെയ്യുക. രാവിലെ എണീറ്റാലും നമ്മൾ കർമ്മം ചെയ്യുന്നത്, ചിലവർ പഠിക്കാൻ പോവും, ചിലവര് വയലിൽ പഠിക്കും, ചിലവര് പലതരത്തിലുള്ള അന്നത്തിന് വേണ്ടി പലതരം കർമ്മങ്ങളാണ്, ആഹൂതികളാണ് അർപ്പിക്കുക ഉഷസ്സിന്. അപ്പൊ ഉഷസ് അതിനെ പ്രേരിപ്പിച്ചിട്ട് സ്തുതികളുടെ അടിസ്ഥാനത്തിൽ, അപ്പം നമ്മൾ നല്ല ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ കർമ്മം ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഫലം നമുക്ക് കിട്ടും. അപ്പം സ്തുതികളാണ്, അവരുടെ സ്തുതികളാല് സ്വകർമ്മയുക്തമാക്കി അവരവർക്ക് വിധിച്ച കർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ച് യാഗങ്ങളിലേക്ക് അവരെ പ്രേരിപ്പിക്കുക. അപ്പോൾ എന്ത് വേണം? ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ആൾക്കും രാവിലെ എന്തൊരു കർമ്മമാണോ വിധിച്ചിട്ടുള്ളത് അത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കർമ്മം ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 12 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 48-12. വിശ്വാൻ ദേവാം ആവഹ സോമപീതയേന്തരീക്ഷ ഉഷസ്ത്വം സാസ്മാസു ഗാ ഗോമദശ്വാവത് ഉക്ത്യ ഉഷോ വാചം സുവീര്യം. സോമപാനത്തിനായി അന്തരീക്ഷത്തിലുള്ള എല്ലാ ദേവതകളെയും ഇവിടെ കൊണ്ടുവരാനും ഞങ്ങൾക്ക് അശ്വഗോക്കളാൽ യുക്തമായ ധനവും വീര്യമേറിയ അന്നവും ദാനം ചെയ്യാനും ഉഷസ്സിനോട് അഭ്യർത്ഥിക്കുന്നു. 12 അവളോട് പറയുകയാണ്, ഉഷസ്സേ, സോമപാനത്തിനായി എല്ലാ ദേവതകളെയും നീ നമ്മുടെ അടുത്ത് കൊണ്ടുവരിക. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് കർമ്മം ചെയ്യുക? ദേവതകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ദേവതകളാണ്. നമ്മൾ ചോറുണ്ടാക്കിയാണെങ്കിൽ അരിയും വെള്ളവും ദേവതയാണ്, അഗ്നി ദേവതയാണ്. അപ്പോൾ ഇതിനെയെല്ലാം നമ്മളെ അടുത്തേക്ക്, നമ്മൾ വേണ്ട യജ്ഞത്തിന് വേണ്ട ദേവതകളെ മുഴുവൻ നീ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അതെത്തിക്കോളൂ. അഗ്നി നമ്മളെ അടുത്തേക്ക് വരും, അരിയും നമ്മളെ അടുത്തേക്ക് വരും, വെള്ളവും നമ്മളെ അടുത്ത്, പാത്രം എല്ലാം നമ്മളെ അടുത്തേക്ക് വരും. ചിലപ്പോൾ നമ്മളവിടെ പോവുകയായിരിക്കും. അതായത് എല്ലാം ചെയ്യിപ്പിക്കുന്നത് നമ്മളിലൂടെ പ്രേരിപ്പിച്ചിട്ട് ആ ഉഷസ് തന്നെയാണ്. ഇപ്പൊ രാവിലെ ആകുമ്പോൾ ദോശ ഇടാനാണെങ്കിൽ അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ ആ യാഗം നടത്തുന്ന സ്ഥലത്ത് എത്തിക്കോളും. അപ്പം എല്ലാ ദേവതകളെയും അവിടെ കൊണ്ടുവരിക. എന്നിട്ട് നീ നമുക്ക് അശ്വങ്ങളും ഗോക്കളാലും യുക്തമായ ധനവും വീര്യമുള്ള അന്നവും നൽകണേ. അശ്വങ്ങളും ഗോക്കളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർമ്മം ചെയ്യാം. അശ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ബലവും ഗോക്കൾ എന്ന് പറഞ്ഞാല് ഇലക്ട്രോണുകൾ രാസപ്രവർത്തനത്തില്. നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയെടുക്കണം,
വെള്ളം എടുക്കണം, ഇട്ടിട്ട് കുഴക്കണം. ഈ കുഴക്കുന്നത് എന്ന് പറയുന്നത് അശ്വനി കുമാരന്മാരാണ്, ബലങ്ങളാണ്. ബലം ഉപയോഗിച്ചിട്ടാണ് അതിനെ ഒരുമാതിരി ചപ്പാത്തി പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പൊ ബലം വേണം. അശ്വന്മാരും ഗോക്കളുമായിട്ട്. എന്താണ് ഗോക്കള്? ഇവ കൂടിച്ചേരുമ്പോൾ അവയുടെ ആറ്റങ്ങൾ, തന്മാത്രകൾ തമ്മിൽ ചേരുന്നുണ്ട്. ഒരു രാസപ്രവർത്തനം തന്നെയാണ് അവിടെ നടക്കുന്നത്. വെള്ളവും മാവും കൂടി ചേരുമ്പോൾ അതിൻ്റെ തലത്തില് അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങളെ കൊണ്ടാണ്. H2O കൊണ്ടും മറ്റേ മാവില് പല സാധനങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം തമ്മിൽ കൂടിച്ചേർന്നിട്ട് ഒരൊറ്റ മാസമായിട്ട് മാറുകയാണ്. പിന്നെ അവിടെ വെള്ളവുമില്ല, ഗോതമ്പ് പൊടിയുമില്ല, പിന്നെ ഗോതമ്പ് മാവേ ഉള്ളൂ. ആ ഗോതമ്പ് മാവായി. അപ്പൊ അവിടെയും ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പം അവിടെ ബലമുണ്ട്. ഗോക്കൾ പങ്കെടുക്കുന്നത്. ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളാണ്. ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ഇലക്ട്രോണുകൾ അതിനകത്ത് ചിലതരം ബോണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കെമിസ്ട്രി പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തവർക്ക് പോട്ടെ. അങ്ങനെയാണ് വീര്യമുള്ള അന്നവും ധനവും കിട്ടുന്നത്. അപ്പം ഗോതമ്പ് പൊടിയും വെള്ളം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഗോതമ്പ് മാവായി. അപ്പം അതിൻ്റെ വില തന്നെ കുറച്ച് കൂടുതലാണ്. ഗോതമ്പ് മാവ് ഇങ്ങനെ പരത്തിയിട്ടാണല്ലോ മറ്റേ മാളിലെല്ലാം പോയി കഴിഞ്ഞാൽ പാക്കറ്റിലാക്കിയിട്ട് അത് ചുട്ടിട്ടൊന്നുമില്ല. ചെറുങ്ങനെ ചുട്ടിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും പൊതുവെ മാവ് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, പരത്തിയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ അതിൻ്റെ വില കൂടി. ഗോതമ്പിനെ കട്ടിയും വെള്ളത്തെ കട്ടിയും വില കൂടി ആ പാക്കറ്റിലാക്കിയ മാവിന്. പിന്നെ ഇതിന് അടുത്ത് കല്ലുമ്പിലിട്ട് ചൂടാക്കുമ്പോഴും അവിടെ രാസപ്രവർത്തനം നടക്കുന്നത്. കരിയുന്നില്ലേ? കരി എന്ന് പറഞ്ഞാൽ കാർബണാണ് കാണല്ലോ. ആ കരിഞ്ഞ സാധനം എന്താണ്? കാർബണാണ്. ആ ഗോതമ്പ് മാവ് കാർബണായിട്ട് രാസപ്രവർത്തനം തന്നെയാണ്. അപ്പൊ അവിടെ ഈ രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വില എന്താകുന്നുണ്ട്? വില കൂടുന്നുണ്ട്. പിന്നെ എന്തുണ്ട്? വീര്യമായ അന്നം, നല്ല വീര്യമുള്ള അന്നമാണ്. അല്ലാതെ ഗോതമ്പപ്പൊടി വാരിയല്ല. ഗോതമ്പപ്പൊടി തിന്നാൻ പറ്റില്ല. ചപ്പാത്തിയാണത് തിന്നാം. ഇനി 13 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 48-13. യസ്യാരുഷന്തോ അർച്ചയ പ്രതിഭദ്ര അധ്യക്ഷത സാനോരയിം വിശ്വവാരം സുഭേശ സമുഷ ദദാതു സുക്മ്യം. ഉഷസിൻ്റെ കാന്തി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതും മംഗള രൂപവുമാണ്. ആ ഉഷസ് എല്ലാവർക്കും ഉപയുക്തമായ ധനം പ്രാപ്യമാക്കട്ടെ. ആ മംഗളരൂപമായ പ്രകാശം ചൊരിയുന്നവാളായ ആ ഉഷസ് അവള് മംഗളകാരിയാണ്. നമ്മുടെ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും പ്രേരിപ്പിച്ചിട്ട് നമ്മൾ മംഗളം ഉണ്ടാക്കി തരുന്ന കക്ഷിയാണ്. പ്രകാശവതിയാണ്. ആ പ്രകാശവതിയായ ഉഷസ് എല്ലാവർക്കും ഉപയുക്തമായ ധനം നൽകട്ടെ. അതിലൂടെ നമ്മൾ കർമ്മം ചെയ്താൽ എന്താണ് കിട്ടുക? ധനമാണ് കിട്ടുക. അതായത് ഗോതമ്പൊടി വെള്ളം എടുത്തിട്ട് ചപ്പാത്തി ആയി കഴിഞ്ഞാൽ വിറ്റ് കഴിഞ്ഞാൽ വില കൂടുതൽ കിട്ടും. നമുക്ക് ലാഭം തന്നെയാണ്, ധനം തന്നെയാണ്. തിന്നാനാണെങ്കിൽ ബുദ്ധി ചെയ്യാം. ഇനി 14 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 48-14. ഏ ചിദ്ധി ത്വാം ഋഷയ പൂർവഭൂതയേ ജുഹൂരേവസേ മഹാ സാനസ്തോമാം അഭിഗൃണീഹി രാധസോഷാ ശുക്രേണ ശോചിഷാ. ഞങ്ങളുടെ സ്തോത്രങ്ങൾക്കുള്ള മറുപടി യശസ്സും ധനവുമായി ദാനം ചെയ്യാനും അന്നത്തിന് രക്ഷയ്ക്കും വേണ്ടി പ്രാചീന മഹർഷിമാർ വിളിച്ചതുപോലെ ഞങ്ങളുടെ രക്ഷയ്ക്കെത്താനും ഉഷസ്സിനോട് അപേക്ഷിക്കുന്നു. ഉഷസ്സോട് പറയുകയാണ് നമ്മളെ സ്തോത്രങ്ങൾക്കുള്ള മറുപടി. നമ്മൾ സ്തോത്രം ചെയ്യുന്നു ഉഷസ്സിനെ.
ഉഷസിനെ സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വേദമന്ത്രം ഇരുന്നിട്ട് രാവിലെ തൊട്ടിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കലല്ല. സ്തോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളിൽ പറയുന്ന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഉഷകാലത്തില് നമ്മൾ കർമ്മത്തിന് ഇറങ്ങി തിരിച്ചാല് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർ കർമ്മങ്ങളെ വിജയിപ്പിച്ചു തരും. അതിലൂടെ എന്ത് തരും? നമുക്ക് യശസ്സും ധനവും തരും. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഈ മന്ത്രവും ചൊല്ലിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ധനവും കിട്ടാൻ പോകുന്നില്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല, നമ്മളെ സമയം വേസ്റ്റ്. അതിനു പകരം രാവിലെ നമ്മൾ പ്രേരിപ്പിക്കും നമ്മളെ കർമ്മത്തിന്. അപ്പൊ നമ്മളെ കർമ്മത്തിൽ ഇറങ്ങി തിരിച്ച് നമ്മൾ എന്തൊക്കെ വല്ല രാവിലെ കുറെ മാവെല്ലെടുത്ത് വെള്ളമിട്ട് കുഴച്ച് ഉരുട്ടി ചപ്പാത്തിയാക്കി ഒരു കവറിലാക്കിയിട്ട് പല കുറെ കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ധനം കിട്ടും. അപ്പോൾ ഏത് കർമ്മത്തിന് ഇന്ന കർമ്മം ഒന്നുമില്ല, ഞാൻ ചെറിയൊരു എല്ലാവർക്കും മനസ്സിലാകുന്ന ചെറിയൊരു കർമ്മം പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓരോ കർമ്മത്തിൽ ചിലപ്പോൾ ഗവേഷണത്തിൽ പോകും, ചിലപ്പോൾ പഠിക്കാൻ പോകും. ഓരോ കർമ്മത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് എന്ത് കിട്ടും? ഇതൊക്കെ യശസ്സും ധനവും കിട്ടും. നമ്മളെ പേര് പഠിച്ച് ഇതായി കഴിഞ്ഞാൽ യശസ് വർദ്ധിക്കും, ധനവും കിട്ടും. പ്രാചീന മഹർഷിമാരും നിന്നെ അന്നത്തിനും രക്ഷയ്ക്കും വേണ്ടി വിളിച്ചിരുന്നു. പണ്ട് കാലത്തെ ഋഷികളും ഈ ഉഷസ്സിനെ വിളിച്ചിരുന്നു. രാവിലെ ആകുമ്പോൾ തന്നെ അവള് പ്രേരിപ്പിക്കും. ഋഷികൾ പോയിട്ട് ഈ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുമായിരിക്കും. ഇനി 15 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 48-15. ഉഷോ യദ്യ ഭാനുന വിദ്വാരാവൃണോ ദിവാ പ്രണോയച്താതവൃഗം പൃഥുശ്ചർദി പ്രദേവി ഗോമതീരിഷാം. ഉഷ തൻ്റെ പ്രകാശത്താൽ ആകാശത്തിൻ്റെ 2 കവാടങ്ങളും തുറന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഹിംസാരഹിതമായ വലിയ ഭവനവും ഗോക്കളാൽ യുക്തമായ ധനവും ദാനം ചെയ്യണമേ. ഉഷസ്സോട് പറയുകയാണ്, നീ ആകാശത്തിന്റെ 2 കവാടങ്ങളും തുറന്നിരിക്കുന്നു. ഏതാണ് 2 കവാടം? ഭൂമിയുടെ ഒരു ഭാഗത്ത് കടന്നു വരും, പിറ്റേത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗത്ത് കടന്നു വരും. 2 രാത്രിയും പകലും ഉണ്ടല്ലോ. അപ്പൊ 2 കവാടത്തിലൂടെയാണ് അവൾ കയറി ഇറങ്ങുന്നത് ഈ ലോകം മുഴുവൻ. എന്നിട്ടോ ഞങ്ങൾക്ക് ഹിംസാരഹിതമായ നല്ല വീടുണ്ടാക്കി തരണം. അപ്പം നമ്മള് വീടുണ്ടാക്കി തരണം. വീടും നമ്മളെന്താണ് രാവിലെ എണീറ്റിട്ടാണ് വീട് പണിക്കെല്ലാം പോകുന്നത്, വീട് നിർമ്മിക്കാനല്ല, വീടുണ്ടാക്കുന്നതും എല്ലാം. അപ്പൊ ഏത് കർമ്മവും ഭക്ഷണം മാത്രമല്ല. ഇതുവരെ ഭക്ഷണം പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുകയാണ് നമുക്ക് നല്ല ഭവനം ഉണ്ടാക്കി തരണം, നല്ല ശാന്തമായ സുഖസമൃദ്ധമായ ഭവനം ഉണ്ടാക്കി തരണം എന്ന് പറയുകയാണ്. നമ്മൾ വീട് വെക്കുമ്പോൾ രാവിലെ തന്നെയല്ലേ പണി തുടങ്ങുന്നത്, വീട്ടിന്റെ പണി എല്ലാം തന്നെ. ഗോക്കളാൽ യുക്തമായ ധനവും പ്രമാണം. ഇവിടെ ഗോക്കൾ എന്ന് പറയുന്ന ഇലക്ട്രോൺ എടുക്കേണ്ട, സാധാരണ ഗോക്കളിൽ നൽകണം എന്ന് പശുക്കളെ നൽകണം, അതിലൂടെ ധനം നൽകണം എന്നും പറഞ്ഞാൽ മതി. രാവിലെ തന്നെ പശുവിനെ എടുത്ത് കറന്ന് രാവിലെ എടുത്ത എഴുന്നേറ്റാനുള്ള പരിപാടി എന്താണോ ആദ്യം തന്നെ പശുവിനെ എല്ലാം കറന്ന് പാലെടുത്ത് ധനം കിട്ടും. പിന്നെ പശുവിനെ കൊണ്ടേക്ക് കട്ടലും മറ്റേ അത് ഇതെല്ലാം തന്നെയാണ്. ഇനി 16 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 48-16. സംനോ രായാ ബൃഹദ വിശ്വപേശസാമിമിക്ഷ്വാ സമിളാഭിരാ സംദിമ്നേന വിശ്വതുരോഷാമഹീസം വാജിനീവതീ. ഞങ്ങളെ ഐശ്വര്യങ്ങളോടും ഗോക്കളോടും കൂടി യുക്തരാക്കാനും ഞങ്ങൾക്ക് ശത്രുക്കളെ നശിപ്പിക്കാനുള്ള പരാക്രമം നൽകി അന്നത്താൽ സമ്പന്നരാക്കാനും ഉഷസ്സിനോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാം ചുരുക്കി പറയുകയാണ്, ഞങ്ങളെ ഐശ്വര്യങ്ങളോട് നമുക്ക് ഐശ്വര്യം ഉണ്ടാക്കി തരണം, ഗോക്കളോട് യുക്തമാക്കണം. ഗോക്കൾ എന്ന് പറഞ്ഞാല് പശുവാകാൻ കുറെ പശുക്കളെ വേണം ഇന്ത്യയിൽ ചിന്തിക്കാം. ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഏത് കർമ്മത്തിലും പങ്കെടുക്കുന്നത് ഗോക്കളാണ്, ഇലക്ട്രോണുകളാണ്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ രാസപ്രവർത്തനമാണ് നടക്കുന്നത്, അതിൽ ഗോക്കളാണ് പങ്കെടുക്കുന്നത്. അതുപോലെ നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കുന്നതിനുള്ള പരാക്രമം നൽകണം. ശത്രുക്കളെയെല്ലാം എതിരിടാനുള്ള ശക്തിയെല്ലാം നീ നമുക്ക് നൽകണം. അന്നത്താൽ സമ്പന്നമാക്കണം. നമുക്ക് വേണ്ട അന്നെല്ലാം നീ നൽകണം. അതെല്ലാം കൂടി ചുരുക്കി ഒന്ന് ഇവിടെ പറയുകയാണ്. അടുത്ത സൂക്തവും ഉഷസ് തന്നെയാണ്.
അത് അടുത്ത ദിവസം.